ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി പറയുന്നുണ്ട് ശ്രീനിവാസനോട്, ആ ഡിസൈൻ ഞാനല്ല ചെയ്തതെന്ന്, ഞാൻ തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോൾ ശ്രീനിവാസൻ തിരിച്ചു പറയും, എന്നാലും ഇത്രയും നല്ലൊരു അവസരം വന്നപ്പോൾ നിനക്കത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയായിരുന്നു മോളെ. നിനക്ക് അർഹതപ്പെട്ടത് വേറൊരാൾ തട്ടിയെടുക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമവും ഇല്ലാതെ എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നു? കൺമണി പറയുന്നുണ്ട്, എനിക്ക് വലുത് പേരും പ്രശസ്തിയും ഒന്നുമല്ല, എന്റെ അച്ഛനാ. എനിക്ക് അച്ഛന്റെ ജീവൻ രക്ഷിക്കണമായിരുന്നു, അതിന് പണം വേണമായിരുന്നു, അതെനിക്ക് കിട്ടുകയും ചെയ്തു. ഈ കാര്യം പറഞ്ഞ് അച്ഛനും ഇനി എന്നെ വിഷമിപ്പിക്കരുത് മോളെ. നിന്റെ ഈ നന്മയ്ക്ക് നാളെ നല്ലൊരു പ്രതിഫലം കിട്ടും, അംഗീകാരം നിന്നെ തേടി വരും, നിന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒരാള് എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രീനിവാസൻ കൺമണിയെ. പിന്നീട് മാനസിയുടെ ഡാഡിയും കൃഷിന്റെ അച്ഛനോട്, ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു, ഇത്രയും നല്ല ഫംഗ്ഷൻ ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആകെ ഒരു കല്ലുകടി എന്ന് പറയുന്നത് ആ പെണ്ണിന്റെ ഷോ ആയിരുന്നു, ആ കൺമണിയുടെ. പിന്നെ അവളെ എഴുന്നള്ളിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നില്ല ആ ദേവജി, അതാരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കൃഷിന്റെ അച്ഛൻ. ഓ പിന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം, തനി ഫ്രോഡ്, അങ്ങനെ ഞാൻ പറയൂ. ഈ ഫംഗ്ഷൻ ഞാനാ നടത്തിയിരുന്നെങ്കിൽ അയാളെ ചവിട്ടി പുറത്താക്കുമായിരുന്നു. അതുപോലെ ആ പെണ്ണിനെയും. കൃഷിന്റെ അച്ഛൻ പറയുന്നുണ്ട് കൺമണി ഒരു പാവം കുട്ടിയാണെന്ന്. പക്ഷെ അതൊന്നും മാനസയുടെ അച്ഛൻ ഉൾക്കൊള്ളുന്നില്ല. അയാള് പിന്നെയും കൺമണിയെ കുറ്റപ്പെടുത്തി ഓരോന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഓട്ടെ, അതൊക്കെ കഴിഞ്ഞില്ലെന്ന് പറയുന്നുണ്ട് അയാളുടെ വൈഫ്. പക്ഷേ മാനസയുടെ അച്ഛൻ പറയും, സമ്മാനം കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ ഇപ്പോഴും എന്റെ മോൾക്ക് കഴിഞ്ഞിട്ടില്ല. ദേ കണ്ടില്ലേ, ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല. മാനസ പറയുന്നുണ്ട്, ഒന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന്. ഈ സമയം കൃഷിന്റെ മമ്മി പറയും, ആ ടെൻഷനൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തോളാം അല്ലേ ചേച്ചിയമ്മയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്ന് അപ്പച്ചിയും പറയുന്നു. പിന്നീട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് മാനസയുടെ ഫാമിലി. മാനസയാണെങ്കിൽ ഒരു സന്തോഷമില്ലാത്തതുപോലെ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ലെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് മാനസയും. പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. ആന്റിയമ്മയെ പറ്റിക്കാനൊന്നും നീ കരുതണ്ട, എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പറഞ്ഞേ. അത് പിന്നെ ആന്റിയമ്മയെ, ഞാനൊരു വലിയ പ്രതിസന്ധിയിലോ എന്നവർ ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം, പക്ഷേ ആന്റിയമ്മ എന്റെ കൂടെ നിൽക്കണം. നീ കാര്യം പറയാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് പിന്നെ ആന്റിയമ്മ, ഇന്നെനിക്ക് സമ്മാനം കിട്ടിയ ആ ഡ്രോയിങ് ഉണ്ടല്ലോ, അത് ഞാനല്ല വരച്ചത്. അത് കേൾക്കുന്നത് ആന്റിയമ്മ ഞെട്ടുന്നുണ്ട്. പിന്നെ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പരിചയപ്പെടുത്തിയില്ലേ കൺമണി, അവളാണ് അത് ചെയ്തത്. ഇത് കേൾക്കുന്നതും അവരാകെ അമ്പരന്നുകൊണ്ട്, അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ സമ്മാനം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചെടുത്തതാണെന്ന് പറയുന്നു മാനസ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തട്ടിയെടുത്തതാണ്. അങ്ങനെയും പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം ആന്റിയമ്മയ്ക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, എനിക്ക് കൃഷ്ണനെ വേണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കൃഷ്ണനെ സ്വന്തമാക്കിയേ പറ്റൂ. കൃഷ്ണന്റെ മനസ്സിലുള്ള സ്ഥാനം കിട്ടാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് ആന്റിയമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് ആന്റിയമ്മ പറയുന്നുണ്ട്. ഞാൻ ക്ഷമിക്കില്ല, നീ തെറ്റ് ചെയ്തെങ്കിലല്ലേ ഞാൻ ക്ഷമിക്കേണ്ടതുള്ളൂ. എടി മോളെ, നീ കൃഷ്ണനെ വിവാഹം കഴിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമല്ല, എന്റെയും സുജാതയുടെയും സാഗറിന്റെയും ഒക്കെ ആവശ്യമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കൃഷ്ണനെ സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തിന് നിനക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. അതിന് ഈ ആന്റിയമ്മ നിന്റെ കട്ടയ്ക്ക് സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അവര്. ഇത് കേൾക്കുമ്പോൾ മാനസയ്ക്കും സന്തോഷമാവുന്നു. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായെന്ന് പറയുന്നുണ്ട് മാനസ. കൃഷിന്റെ മമ്മിക്കാണെങ്കിൽ ഓരോ ഫോൺ കോൾ വരികയാണ്. ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് മുഴുവൻ. ഈ കാര്യം കൃഷിന്റെ ഡാഡിയോടും പറയുന്നു. ഇനി കുറച്ചു നേരത്തേക്ക് ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞ് അവർ ആ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ശേഷം പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ളൂ, ഫംഗ്ഷൻ അടിപൊളിയായെന്ന്. ഇതൊക്കെ പറയുമ്പോഴും കൃഷിന്റെ ഡാഡി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വേറെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഫംഗ്ഷന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ല അല്ലെ? സാഗറിന്റെ മനസ്സ് ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനും ആ ഫംഗ്ഷനെ പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ദേവ്ജിയും കൺമണിയും അവരെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഉടനെ കൃഷ്ണന്റെ മമ്മി, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നില്ലേ സാഗർ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ്, പക്ഷേ ദേവ്ജി പറയുന്നത് നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് അറിയുന്ന ആളല്ലേ അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല, തെറ്റ് പറ്റുകയില്ല. പക്ഷേ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്നാണല്ലോ കൺമണി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടെന്ന് അവര് പറഞ്ഞപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നിങ്ങനെ സാഗരം പറയുന്നത് കേട്ട് സാഗറിന്റെ മനസ്സിൽ ആ കൺമണിയും ദേവ്ജിയും ആണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ എന്റെ മനസ്സിൽ കയറിയത് മാനസ ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്ത രീതിയാ. അവളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം അവൾ എത്ര വേഗത്തിലും കൃത്യമായിട്ടാണ് മാറ്റിയെടുത്തത് സാഗർ. അവൾ ആ അവസ്ഥ കൈകാര്യം ചെയ്ത രീതി കയ്യടി കൊടുക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറയുന്നുണ്ട് സാഗറും. കൃഷിനും നമ്മുടെ കുടുംബത്തിനും അരിക ഡിസൈനിനും അങ്ങനെ എല്ലാത്തിനും മാനസ ഒരു അസറ്റ് തന്നെയായിരിക്കും. പക്ഷെ സുജു, എന്തോ എവിടെയോ ഒരു മിസ്സിംഗ് എന്നിങ്ങനെ പറയുന്നു. എന്ന് വെച്ചാൽ മാനസ കള്ളം പറഞ്ഞു എന്നാണോ സാഗർ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. അതുപോലെ ദേവ്ജിയും കള്ളം പറയില്ലല്ലോ. ആദ്യത്തെ പ്രാവശ്യം കൺമണി സ്റ്റേജിൽ വന്നപ്പോ അവളല്ല ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യമാണ് അവൾ അത് പറഞ്ഞത്. അതാണ് എനിക്ക് പിടികിട്ടാത്തത്. സാഗറിന്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വൈഫ്
വൈഫ് പറയുന്നുണ്ട്, സാഗർ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഓരോന്നും സംശയം തോന്നുന്നത്. അതങ്ങ് വിട്ടേക്ക്, കൺമണിയല്ല മാനസയാട്ടോ നമ്മുടെ കുട്ടി. അതങ്ങനെ തന്നെയാ. എന്നാലും ഒരു കുറ്റബോധം, ചില സംശയങ്ങൾ, അതൊന്ന് ക്ലിയർ ചെയ്യണം, എങ്കിലേ മനസ്സമാധാനം കിട്ടൂ. അങ്ങനെയും പറഞ്ഞിട്ട് നാളെ ആ കൺമണിയെ ചെന്നൊന്ന് കണ്ടാലോ എന്ന് ആലോചിക്കാന്ന് പറയുന്നുണ്ട് സാഗർ. ഉടനെ വൈഫ് പറയും, സാഗറിന് മനസ്സിനൊരു സമാധാനം കിട്ടാൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോണം. അങ്ങനെ കൺമണിയെ പോയി കാണാൻ തീരുമാനിക്കുന്നുണ്ട് സാഗർ. ഇവിടെ കൃഷും പറയുന്നുണ്ട് 100% ഉറപ്പാണ് ആ ഡിസൈനിൽ മാനസ എന്തോ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്, അതിന് സാധ്യതയുണ്ടെന്ന് കൃഷിന്റെ ഫ്രണ്ടും പറയുന്നു. ഇറങ്ങിപ്പോയിട്ട് വന്നിട്ട് അവള് സ്റ്റേജിൽ നടത്തിയ ആ ഒരു പ്രസംഗമില്ലേ, അത് വെറും ഷോ ആയിരുന്നു, പക്ക ഷോ. എന്തോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളം അവളുടെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു. അവളെയാണ് വീട്ടുകാർ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല മഹി, എനിക്ക് രക്ഷപ്പെടണം, ഈ കല്യാണം മുടക്കണം. കൃഷി ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി പറയുമ്പോ, എടാ ഇത് സംഗതി വിവാഹമാണ്, നിനക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് അതങ്ങനെ മുടക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ മഹി പറയുമ്പോ, വേറെന്തെങ്കിലും ഒരു കാരണം നീ പറഞ്ഞു തരാൻ പറയുന്നുണ്ട് കൃഷ്. പിന്നീട് കൃഷ് പറയുന്നുണ്ട് കേട്ടോ, അവള് സുന്ദരിയാണ്, ഗ്ലാമറാണ്, പണമുണ്ട്, പക്ഷെ അവളെ കല്യാണം കഴിച്ചാ ഞാൻ പേടും, അത് ഉറപ്പാ, എന്റെ സ്വാതന്ത്ര്യമൊക്കെ അതോടെ തീരും. കൃഷി ഇങ്ങനെയൊക്കെ പറയുമ്പോ മഹി പറയുന്നുണ്ട്, ഈ ഡിസൈൻ അവളാണ് വരച്ചത് എന്നറിഞ്ഞതുകൊണ്ടല്ലേ വിവാഹത്തിന്റെ അനൗൺസ്മെന്റ് ഇന്ന് തന്നെ നടത്തിയത്. പക്ഷേ ഡിസൈൻ അവളല്ല വരച്ചതെന്ന് നിനക്ക് സംശയമുണ്ട്, എനിക്കും സംശയമുണ്ട്, അവിടെ പലർക്കും സംശയമുണ്ട്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവള് കൺമണിയെ കണ്ടു കാണും, എന്തോ ധാരണ ഉണ്ടാക്കിയും കാണും, അങ്ങനെയാവും കൺമണി വന്ന് സപ്പോർട്ട് ചെയ്തത്. മഹി അങ്ങനെ പറഞ്ഞപ്പോ, പക്ഷെ അത് നമ്മൾ എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്. നമ്മളത് തെളിയിക്കൂടാ, കൺമണിയാണ് ഈ ഡിസൈൻ വരച്ചതെന്ന് നമ്മൾ തെളിയിക്കും കൃഷേ. നമ്മൾ കൺമണിയുടെ അടുത്ത് പോകുന്നു, അവളെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, നമ്മുടെ ആവശ്യം അറിയിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്നാൽ കൃഷ് പറയുണ്ടോ, ഇല്ല, അവളെ കാണാൻ ഞാൻ ഒരിക്കലും വരില്ല. ഇത് കേൾക്കുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ തമ്മിലുള്ള ഉടക്കിന്റെ പേരിലാണോ? എടാ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. അങ്ങനെ പറഞ്ഞപ്പോ, പക്ഷെ അവള് കഴുതയല്ല കേട്ടോ. ഓഹോ, നിന്റെ അഭിപ്രായമൊക്കെ മാറിയോ? ആ സമയം കൃഷി പറയുന്നുണ്ട്, അവളൊരു ക്യാരക്ടറുള്ള പെണ്ണാടാ, അല്ല അത് കഴുതയൊന്നുമല്ല. അതുകൊണ്ടാണ് കഴിവുകളിൽ വന്ന അംഗീകാരം കൂളായിട്ട് വിട്ടുകളഞ്ഞത്. പക്ഷെ ഞാൻ അവളുടെ അടുത്തേക്ക് താഴാനൊന്നും പോകുന്നില്ല. എനിക്ക് അവളെ കാണുകയും വേണ്ട. നീ വേറെന്തെങ്കിലും മാർഗം ഉണ്ടാവുന്ന ആലോചിക്കാൻ പറയുന്നുണ്ട് കൃഷ്. അതേസമയം കൃഷിന് ഒരു കോള് വരികയാണ്. കൃഷിന്റെ അമ്മയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് കൃഷിനോട് വേഗം അവിടെ എത്താൻ പറയുന്നുണ്ട്. കൃഷി പോകാൻ തുടങ്ങുന്നു. മഹി വീണ്ടും പറയുന്നുണ്ട്, നീ ഇതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അങ്ങനെ പിറ്റേ ദിവസമായി ഹോസ്പിറ്റലിലേക്ക് സാഗർ എത്തുന്നുണ്ട്. സാഗറിനെ കാണുന്നതും ശ്രീനിവാസനൊക്കെ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ശേഷം സാർ ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ അതോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നുണ്ട്, ശ്രീനിയെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ബുദ്ധിമുട്ടൊക്കെ മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കൺമണി. ശേഷം സാഗർ ചോദിക്കുന്നുണ്ട്, അവിടെ വെച്ച് കുഴഞ്ഞു വീഴാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായോ, ജോലി കൂടുതലോ അങ്ങനെ എന്തെങ്കിലും? ഇത് കേൾക്കുന്നതും കൺമണിയുടെയും ശ്രീനിവാസന്റെയും മുഖം ഒന്ന് വാടുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട്, മക്കൾക്ക് വലിയൊരു നേട്ടം വരുമ്പോ രക്ഷിതാക്കൾക്ക് കൂടുതൽ സന്തോഷം വരും, വികാരം വരും. അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി ഞാൻ. എന്റെ സന്തോഷം ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും സാർ ഞങ്ങളെ അന്വേഷിച്ചു വന്നല്ലോ, വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീനിവാസം. ഉടനെ ശ്രീനിവാസനും പറയുന്നുണ്ട്, ഞങ്ങളുടെ പരിപാടിക്കിടെ ചടങ്ങിന്റെ ഇടയിൽ ഒരാൾക്ക് ഒരു അപകടം വരുമ്പോ അത് അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ എന്ന്. ഏതായാലും ശ്രീനിവാസന് കൺമണിയെ പോലെ ഒരു മകളെ കിട്ടിയതിൽ അഭിമാനിക്കാം. പ്രലോഭനങ്ങളും നേട്ടങ്ങളും ഒക്കെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴും അർഹതപ്പെട്ടതല്ലെങ്കിൽ തട്ടിമാറ്റാൻ സാധിക്കുക. വലിയൊരു മനസ്സ് വേണം അതിന്. പക്ഷെ ദേവ്ജിക്ക് തെറ്റുപറ്റില്ല, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. മകളുടെ കഴിവുകൾ ഒരച്ഛനെന്ന നിലയ്ക്ക് ശ്രീനിവാസൻ ജിക്ക് അടുത്തറിയാമല്ലോ. മാനസ ചെയ്തതുപോലെ അത്തരം ഡിസൈൻസ് ഒക്കെ കൺമണിക്കും ചെയ്യാൻ സാധിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും സാധിക്കുമെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീനിവാസൻ. അത് കേൾക്കുന്നതും, അപ്പൊ ഇനി ആ ഡിസൈനും കൺമണി തന്നെ തയ്യാറാക്കിയതാണോ എന്നിങ്ങനെ കൺമണിയോട് ചോദിക്കുമ്പോൾ, കൺമണിക്ക് ചിലപ്പോൾ ഏതാണെന്ന് വരച്ചതെന്ന് ഓർമ്മയില്ലാതെ സംശയിച്ചു പറഞ്ഞതാണോ, അത് മാനസ വരച്ചത് തന്നെയാണെന്ന്. സാഗറിന്റെ ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കൺമണി. അതേസമയം ശ്രീനിവാസൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കൺമണിക്ക് ഒരു നേട്ടം കൊടുക്കാൻ പറ്റിയ അവസരമാണിത്, ഞാൻ എന്തായാലും തുറന്ന് പറയാൻ പോവാന്ന് തന്നെ അദ്ദേഹം മനസ്സിൽ പറയുന്നു. എന്നിട്ട് സാഗറിനോട്, ആ ഡിസൈൻ വരച്ചത് പറഞ്ഞു തീരണ്ട, കൺമണി വേഗം തന്നെ അതിലിടപെട്ടുകൊണ്ട്, ആ വരച്ചത് മാനസ മാഡം തന്നെയാണ് സാർ എന്നിങ്ങനെ പറയുന്നു. അതിലിനി ഒരു സംശയവും വേണ്ട സാർ, മാനസ മാഡത്തിന്റെ ഡിസൈൻ തന്നെയാണ് അത്, ഉറപ്പാണോ എന്ന് കൺമണിയോട് ചോദിക്കുമ്പോൾ അതേന്ന് തന്നെ പറയുന്നു. ശരി, മോളുടെ വാക്കുകൾ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. ദേവ്ജിക്ക് പറഞ്ഞ് പറ്റിയ ഒരു അബദ്ധമാണെങ്കിൽ കുറച്ചു നേരമാണെങ്കിലും മോള് 1ാം സ്ഥാനമായിട്ട് സ്റ്റേജിൽ നിന്നു, പക്ഷെ സമ്മാനം ഏറ്റുവാങ്ങാൻ കുട്ടിക്ക് ആയതുമില്ല. ഈ സത്യസന്ധതയ്ക്ക് അലിഗ ഡിസൈൻസ് മോൾക്കൊരു സമ്മാനം തരാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് ആ ചെക്ക് കൺമണിയോട് വാങ്ങാൻ പറയുന്നുണ്ട്. പക്ഷേ കൺമണി അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. 10 ലക്ഷം രൂപയുടെ ചെക്കാണ് കൊടുക്കുന്നത്. അത് കണ്ടിട്ടും കൺമണി പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട സർ, സാർ ഇവിടെ വരികയും ഞങ്ങളോടൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തല്ലോ, അതാണ് ഏറ്റവും മികച്ച അംഗീകാരം. പക്ഷേ ഈ പണം ഞാൻ സ്വീകരിക്കുന്നില്ല. സാഗറിന് അത് കേട്ട് വിഷമമാകുന്നുണ്ട്. അപ്പോൾ കൺമണി വീണ്ടും പറയും, സാറിന്റെ വലിയ മനസ്സിന് നന്ദി, ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല, പണമായിട്ട് വാങ്ങിക്കേണ്ട, അലിഗ ഡിസൈൻസിൽ ഒരു ജോലി ഓഫർ ചെയ്യുക, അത് കൺമണി സ്വീകരിക്കണം. അങ്ങനെ സാഗർ പറയുമ്പോഴും കൺമണി പറയുന്നുണ്ട്, സർ ഞാൻ അഹങ്കാരം
കാണിക്കുകയാണെന്നോ പ്രായത്തിനേക്കാൾ കൂടുതൽ തലക്കനം കാണിക്കുകയാണോ അങ്ങനെയൊന്നും തോന്നരുത്. എനിക്ക് അവിടെ ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇത് വേണ്ട, എന്നെ നിർബന്ധിക്കരുതെന്ന് പറയുന്നുണ്ട്. സാർ ഒരു വലിയ മനുഷ്യനാണ്, സാറിനോട് ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരിക എന്നിങ്ങനെ പറഞ്ഞ് കൺമണി കരയാൻ തുടങ്ങുന്നു. കൺമണിയുടെ ചുമലിൽ തട്ടി സാഗർ ഓ ഇറ്റ്സ് ഓക്കെ എന്നിട്ട് സാഗറിനെ നോക്കി കൺമണിയുടെ തീരുമാനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു ശ്രീനിവാസൻ ജി, നിങ്ങളൊരു ഭാഗ്യവാനായ മനുഷ്യനാ, അത്രയും പറഞ്ഞ് ഞാനിന്ന് ഇറങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. കൺമണിയോട് പോകുന്നതിന് മുമ്പ് കൺമണിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട്, എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് ആ സമയം എന്നെ വിളിച്ചേക്കണം. കൺമണിയാണെങ്കിലും ശരിയെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞ് കൺമണി ശ്രീനിവാസനോടായിട്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഈ സമയം ഡോക്ടറും നഴ്സുമാരും ഒക്കെ സന്തോഷത്തോടെ അവിടേക്ക് എത്തുന്നുണ്ട്. ഡോക്ടർ പറയുന്നു ഞാൻ ഡിസ്ചാർജ് ചെയ്യുവാണ്. ശേഷം കൺമണിയോടായിട്ട് മോളെ എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, അറിയാലോ സർജറിക്ക് നല്ല ചെലവ് വരുന്നതാണ്, അതിനുള്ള സാമ്പത്തികം ഇപ്പൊ തന്നെ തയ്യാറാക്കണം, എത്രയും പെട്ടെന്ന് സർജറി ചെയ്താൽ അത്രയും നന്ന്. ശ്രീനിവാസനോടായിട്ട് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൺമണിക്കാണെങ്കിൽ ഇത് കേട്ട് ആകെ സങ്കടമാവുന്നുണ്ട്. ശേഷം ശ്രീനിവാസനോടായിട്ട് സാഗർ സാർ വന്ന് തന്ന ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങാതിരുന്നത് മണ്ടത്തരായെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല അച്ഛാ. സർജറിക്കുള്ള പണം എങ്ങനെയെങ്കിലും കണ്ടെത്താം, ഡിസ്ചാർജ് ആയല്ലോ, നമുക്ക് വീട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ശ്രീനിവാസനാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിൽ ആകെ സങ്കടത്തോടെയാണ് കിടക്കുന്നത്. പിന്നീട് സ്റ്റാഫ്സ് എല്ലാം കൃഷ്ണനെയും മാനസയും അഭിനന്ദിക്കുന്നുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് വിവാഹം ഉടനെ ഉണ്ടാവുമോ എന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് കൃഷ്ണ. പക്ഷെ മാനസ് പറയും വൈകാതെ ഉണ്ടാവും, ഞങ്ങളും ആ ദിവസം പ്രതീക്ഷിച്ചിരിക്കാനെന്ന് സ്റ്റാഫ് പറയുമ്പോൾ അതിന് നന്ദി പറയുന്നുണ്ട് മാനസ. ദേ കണ്ടില്ലേ, എല്ലാവരും നമ്മുടെ വിവാഹത്തിന് കാത്തിരിക്കുകയാണ്, നമ്മളും ആ ദിവസത്തിനായി കാത്തിരിക്കുകയല്ലേ എന്ന് രഹസ്യമായിട്ട് മാനസ കൃഷ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട്. കൃഷ്ണന് വലിയ സന്തോഷമൊന്നുമില്ല, എങ്കിലും ചിരി വരുത്തി അവിടെ നിൽക്കുന്നു. പിന്നീട് വിദ്യയാണെങ്കിലും കൃഷ്ണനോടായിട്ട് ഇന്നലത്തെ ഫംഗ്ഷൻ സൂപ്പറായിരുന്നു, ആ കുട്ടിയില്ലേ കൺമണി എത്ര സത്യസന്ധയാ, ആ ഡിസൈൻ അവളുടെ അല്ല എന്ന് ഓപ്പണായി തന്നെ സമ്മതിച്ചില്ലേ. മാനസിക ഇതായിട്ട് ദേഷ്യം വരുന്നുണ്ട്, ആ ഡിസൈൻ അവളല്ലല്ലോ ചെയ്തത്, അതുകൊണ്ട് സമ്മതിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് കൃഷ് കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് വിദ്യയോടായിട്ട് ചോദിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, സാറിന്റെ മേലേക്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അവർ അറിയിക്കുന്നു. കുറച്ച് ഡിസൈൻസ് ഒക്കെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാമോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. മാനസിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യവും വരുന്നു.